നമസ്കാരം. തമിഴകത്ത് നിന്നുള്ള AIADMKയിലെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. 15 MLAമാരും ഒരു MP അടക്കം 16 പേർ ഇന്ന് BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഇവർക്ക് അംഗത്വം നൽകിയിരിക്കുന്നത്. K. വടിവേൽ, PS കന്ദസ്വാമി, മുൻ മന്ത്രിയായിരുന്ന ഗോമതി ശ്രീനിവാസൻ, R. ചിന്നസ്വാമി, R. ദുരൈസ്വാമി തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്നുള്ള ഒരു വിവരവുമുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ നടത്തിയ അണിയറ നീക്കങ്ങൾ, അദ്ദേഹത്തിന്റെ ചരടുവലി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കത്തിന് BJPയെ സഹായിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് പാർട്ടിയുടെ കേന്ദ്ര വൃത്തങ്ങൾ അറിയിക്കുന്നതും. അണ്ണാമലയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെ AIADMKയിലെ ഏറ്റവും പ്രമുഖരായ മുൻപ് കേന്ദ്രമന്ത്രിയും MP-യുമായിരുന്ന ആളുകളെ തന്നെ BJP പാളയത്തിലേക്ക് തമിഴകത്ത് BJP എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം AIADMK എന്ന സഖ്യം കഴിഞ്ഞ കുറെ അധികം കാലമായി രണ്ട് ചേരിയിലാണ്. പ്രത്യേകിച്ചും ജയലളിതയുടെ മരണശേഷം അവർ രണ്ട് തട്ടിലാണ് എന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് O. പനീർസെൽവവും മറ്റൊരു ഭാഗത്ത് എടപ്പാടി പളനിസ്വാമിയും തമ്മിലുള്ള അധികാര വടംവലി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എടപ്പാടി പളനിസ്വാമിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന് NDAയിലേക്ക് വരാനുള്ള താല്പര്യം അധികമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ O. പനീർസെൽവം, OPSന്റെ ഒപ്പമുള്ള ആളുകൾ എല്ലാവരും തന്നെ, അല്ലെങ്കിൽ OPS വിഭാഗം എപ്പോഴും BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരാണ്. പ്രത്യേകിച്ചും അണ്ണാമലയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് OPS എന്ന് പറയുന്നത്. നിലവിൽ വലിയ നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങൾ തന്നെയാണ് തമിഴകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അണ്ണാമലൈ തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് അദ്ദേഹത്തിനുള്ള ഒരു നേതാവെന്ന നിലയിലുള്ള സ്വീകാര്യതയും ദേശീയ തലത്തിലേക്ക് തന്നെ ഉയർത്തപ്പെടുന്നുണ്ട്. നമുക്കറിയാം DMK ഫയൽസ് പുറത്തിറക്കിക്കൊണ്ട് DMKയിലെ അഴിമതി കഥകൾ രാജ്യത്തെ അറിയിച്ചതും അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ഏറെ നാൾ മുൻപ് തന്നെ എൻ മണ്ണ് എൻ മക്കൾ എന്ന പേരിൽ ഒരു പദയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് BJPയുടെ ഒരു വേരോട്ടം അത് ഏറ്റവും അടിത്തട്ടിൽ പോലും എത്തിക്കുക എന്ന വലിയ ദൗത്യവുമായാണ് അണ്ണാമല ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ കടമ്പയാണ് ഇപ്പോൾ ഈ കണ്ട AIADMKയിൽ നിന്നുള്ള നേതാക്കളുടെ കൂട്ടപ്പലായനം. അവർ BJPയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായും അണ്ണാമലയുടെ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. അതിനോടൊപ്പം തന്നെ തമിഴകത്ത് വരും മണിക്കൂറുകളിൽ കൂടുതൽ നേതാക്കൾ BJPയിൽ അംഗത്വം എടുത്തേക്കാം എന്നുള്ള സൂചനയും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.